ദളപതി വിജയ് നായകനെ ഇനി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ 68ാം ചിത്രമായ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രം. ഈ ഒരു ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 5-നാണ് വേൾഡ് വൈഡ് തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ സാലറി റൈറ്റ്സ് ഏകദേശം 90 കോടി രൂപയ്ക്കോളം വിറ്റിട്ടുണ്ടെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഉണ്ണിമുത്തിന്റെ മിഗായൽ എന്ന ചിത്രത്തിലെ മാർക്കോ എന്ന ക്യാരക്ടറിന്റെ സ്പിൻ ഓഫ് ആയി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മാർക്കോ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഈ വരുന്ന ജൂൺ 16-ന് രാവിലെ 10:10 റിലീസിലെത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. സുരാജ് ഏട്ടനും ചാക്കോച്ചനും പ്രധാന വേഷങ്ങളായി ഇന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയൊരു കോമഡി ഫാമിലി എന്റർടൈനർ ചിത്രമായിരുന്നു ഗർ എന്ന ചിത്രം. ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ചിത്രത്തിന് ഒരു ആവറേജ് ആയിട്ടുള്ള റെസ്പോൺസ് ഒക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലു അർജുന്റെ ഇനി വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് പുഷ്പയുടെ രണ്ടാം ഭാഗം. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ഓഗസ്റ്റ് 15-നുണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ മാറ്റുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. കാരണം ഈ ഒരു ചിത്രത്തിലെ ചില സീൻസ് ഒക്കെ വീണ്ടും റീഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ടീം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഓഗസ്റ്റ് മാസത്തിൽ നിന്ന് പോസ്റ്റ്പോൺ ആകുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ജൂനിയർ NTR നായകനെ ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ദേവര എന്ന ചിത്രം. കൊർട്ടല ശിവയാണ് ചിത്രം സംവിധാനം ചെയ്തൊരുക്കുന്നത്. ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന സെപ്റ്റംബർ 27-ന് ഉണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ചിയാൻ വിക്രം നായകനെ വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് അങ്കേലാൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ഓഗസ്റ്റ് 15-ന് ഉണ്ടായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. പാ രഞ്ജിത്താണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. കമലഹാസൻ നായകനെ ഇനി വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് തഗ് ലൈഫ് എന്ന ചിത്രം. പൊന്നിൻ സെൽവൻ ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള മണിരത്നമാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. ചിത്രത്തിന്റെ നെക്സ്റ്റ് ഷെഡ്യൂൾ യൂറോപ്പിലായിരിക്കും നടക്കുക എന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം ഈ വർഷം തന്നെയാണ് തിയേറ്ററിലേക്ക് റിലീസിലെത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ടീം. സൂര്യയുടെ സൂര്യരെ പോട്ടർ എന്ന ചിത്രം ഹിന്ദിയിലോട്ട് റീമേക്ക് ചെയ്യാൻ പോവുകയാണ്. ഹിന്ദിയിൽ നായകനെ ഇരുന്നത് അക്ഷയ് കുമാറാണ്. സഫാരി എന്നാണ് ചിത്രത്തിന് ഒഫീഷ്യലായിട്ട് തന്നെ ചിത്രത്തിന്റെ ടീം പേര് നൽകിയിട്ടുള്ളത്. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം വരുന്ന ജൂലൈ 12-നായിരിക്കും വേൾഡ് തിയേറ്ററിലേക്ക് റിലീസിനെത്തുക കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യയുടെ വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് വാടിവാസൽ എന്ന ചിത്രം. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് ധനുഷിന്റെ അസുരനും കൂടാതെ വിജയ് സേതുപതിയുടെ വിടുതലി പോലുള്ള ചിത്രങ്ങളുടെ സംവിധാനമായിട്ടുള്ള വെട്രിമാരനാണ്. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ഒക്ടോബർ മാസം മുതൽ തുടങ്ങുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഉടനെ തന്നെ പുറത്തിറങ്ങുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂക്ക നായകനെ തിയേറ്ററിലേക്ക് റിലീസിലെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ടർബോ എന്ന ചിത്രം. വൈശാഖായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത്. ചിത്രം ഇപ്പോൾ 4th വീക്കിലോട്ട് എത്തിയിരിക്കുകയാണ്. ചിത്രം ഇപ്പോഴും ഏകദേശം 123 തിയേറ്ററുകളായിട്ട് റൺ ചെയ്യുന്നുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. 4th വീക്കിൽ എത്തിയെങ്കിലും ചിത്രത്തിന് മികച്ച രീതിയിലുള്ള ഹോൾഡ് ഇപ്പോഴും തിയേറ്ററുകളിൽ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. തലവൻ രജനീകാന്ത് നായകനെ ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി എന്ന ചിത്രം. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ജൂൺ 10-ന് തുടങ്ങാൻ ആരംഭിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിത്രത്തിന്റെ ടീം ആ ഒരു ഡേറ്റിൽ നിന്ന് പിന്മാറി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ജൂലൈ 1st വീക്കിന് തുടങ്ങാം. അങ്ങനെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജൂലൈ 1st വീക്ക് മുതൽ തുടങ്ങുകയാണെങ്കിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം നവംബർ മാസം വരെ ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഫഗതും ഉണ്ടായിരിക്കും എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. കൂടാതെ തന്നെ ഫഗത് ഈ ഒരു ചിത്രത്തിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറിൽ എത്താൻ ചാൻസ് ഉണ്ടെന്നും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷ തന്നെ ആയിരിക്കുകയാണ്. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റിനായി കാത്തിരിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് അമൽ നീരദിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക നായകനെ തിയേറ്ററിലേക്ക് റിലീസിലെത്തിയിട്ടുള്ള ചിത്രമായിരുന്നു ബിഗ് ബി എന്ന ചിത്രം. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് ബിലാൽ എന്നായിരിക്കുമെന്നൊക്കെ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന വലിയ രീതിയിൽ പ്രതീക്ഷയോടെ തന്നെ കാത്തിരുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു ബിലാൽ ചിത്രം എന്ന് തുടങ്ങും എന്നുള്ളൊരു കാര്യം. ആ ഒരു കാര്യത്തിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ബിലാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ഡിസംബർ അല്ലെങ്കിൽ ജനുവരി മാസത്തോടെ തുടങ്ങുമെന്ന് കൺഫേം ആയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് അടുത്ത വർഷം ഉണ്ടായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ബൊഗൈൻവില്ല എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിന് ശേഷമായിരിക്കും അമൽ നീരദ് ബിലാൽ എന്ന ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നതാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബിലാൽ എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.